ഹലോ മക്കളെ ജഗൻ ഇവിടെ ഉണ്ടോ? ഞാനില്ല. ആ ഉണ്ടച്ചാ. എന്നാ ഫോൺ അവന്റെ കയ്യിലോട്ട് കൊടുത്തേ. അച്ഛാ നിഷേധി. പാർട്ടി പ്രസിഡന്റ് അടുത്തിരിക്കേണ്ട നീ എന്തിനാ മാധവന്റെ വീട്ടിലെ അടുക്കളയിൽ എന്തിനാണ് പോയിരിക്കുന്നത്? അത് അച്ഛാ അത് പിന്നെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അല്ല ഹരിത വിളിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ അച്ഛാ? അച്ഛാ ആ പ്രസിഡന്റിനെ കാണുന്നതിനേക്കാൾ അത്യാവശ്യ സാന്നിധ്യം ഇവിടെയാണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഹരിതയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അച്ഛമ്മ ഉണ്ടാക്കി തന്നു. അത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. അല്ല ഹരിത ഊണ് കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ ഇവിടെ കയറിയത്. മനസ്സിലാവുന്നുണ്ട്. അതെ, എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് വരണം. ഞാൻ എത്തി അച്ഛാ. ഇങ്ങോട്ട് തന്നെ ചേട്ടൻ കാണിക്കുന്ന വേലത്തരങ്ങൾക്ക് അനിയത്തിയും കൂട്ടുപിടിക്കാൻ തുടങ്ങിയോ? ഞാനിവിടെ ഉണ്ടെന്ന് ഒറ്റ കൊടുത്തില്ലേ കുറുപ്പിനോട്? കുറുപ്പേ പടയെടുത്ത് നിൽക്കുക. ഞാൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? മുത്തശ്ശി ഉണ്ടാക്കിയ പൊട്ട്, അത് നിനക്ക് ഇഷ്ടപ്പെട്ട പൊട്ട്, വെയിലും കൊണ്ട് ഇവിടെ വരെ കൊണ്ടുവന്നാണ് ഞാൻ ചെയ്തത് തെറ്റ്. ഇനി ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങാം. പിണങ്ങാതെ ഊണ് കഴിച്ചിട്ട് പോയാ മതി. ഉണ്ണാതെ തന്നെ വയറ് നിറഞ്ഞു. ഒരച്ഛനും മകളും മനുഷ്യന് ഒരു സ്വസ്ഥതയും തരില്ല. ചേട്ടാ വിഷമിക്കണ്ട, നിന്നെ വിഷമിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രിയപ്പെട്ട അനിയത്തി കാണാൻ. ഞാൻ പെങ്ങടെ മുറിയിൽ നിന്ന് നിങ്ങൾ എപ്പോഴും എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കാര്യം ഞാൻ ഇതുവരെ ഹരിതയോട് പറഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് ദയവ് ചെയ്തത് ചെയ്യിക്കരുത്. ഏട്ടനൊരു ആഭാസനും പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞാ പറയരുത്. ഞാനിപ്പോ ശല്യം ചെയ്യാൻ വന്നതല്ല. പെങ്ങടെ മുറിയിൽ നിന്ന് ഇറങ്ങി എന്റെ വഴിക്ക് പോകാൻ വന്നത്. പക്ഷേ വന്നു വേണ്ടത് വന്ദനയുടെ മുന്നിലായിപ്പോയി. എന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോയേക്കാം. പോയാലും നിങ്ങളെനി എന്റെ പിറകെ വരില്ലേ? വരും. അല്ല ദേ വന്ന ഞാൻ ഹരിതയോട് പറഞ്ഞേക്കാം. നമ്മൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം പഴയതിനേക്കാൾ വഷളാവുകയും ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങളിങ്ങോട്ട് വരികയും ചെയ്യും. ഞാൻ അപ്പൊ ചൂലെടുക്കുകയും ചെയ്യും. ചൂലെടുത്താ പോരാ, തല്ലുകയും വേണം. ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ ചൂലടി കൊണ്ട് മരിക്കാനും ഒരു യോഗം വേണം. ഇഷ്ടപ്പെട്ട പെണ്ണോ? ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് നിങ്ങളോട് ഇഷ്ടമല്ല, അറപ്പും വെറുപ്പുമാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അതിനുള്ള ഒരു കാരണവും ഞാൻ അറിയാവുണ്ടായിട്ടില്ല. വന്ദനയ്ക്ക് എന്തെങ്കിലും ഒരു കാരണം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറ. അത് പറയേണ്ടത് പോലീസ് സ്റ്റേഷനില, പക്ഷെ പറഞ്ഞില്ല. നീതിയും നിയമമൊക്കെ കരുണാകരക്കുറുപ്പിന്റെ മോൻ നിശ്ചയിക്കുന്നതാണല്ലോ. അത് വന്ദനയുടെ തെറ്റിദ്ധാരണ. എനിക്ക് വേണ്ടി ഒരു നിയമവും ഞാൻ ഇതുവരെ വളച്ചൊടിച്ചിട്ടില്ല. വളച്ചൊടിക്കാൻ പ്രേരിപ്പിച്ചിട്ടുമില്ല. ഒരു കാര്യം ചെയ്യ്, എപ്പോഴാണെന്ന് വെച്ചാൽ വിളിച്ചാൽ മതി. ഞാൻ വന്ദനയോടൊപ്പം പോലീസ് സ്റ്റേഷനിലോട്ട് വരാം. എന്തിന്? എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വന്ദന അത് പോലീസുകാരോട് പറയണം. അങ്ങനെയെങ്കിലും എനിക്കത് മനസ്സിലാവുമല്ലോ. ഒരാണിനൊരു പെണ്ണിനോട് പ്രണയം, ഇഷ്ടം, ലവ് ഒക്കെ തോന്നുന്നത് വെറുതെയല്ല. അവളിൽ അവന് ആകർഷിക്കുന്ന എന്തോ ഒരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാ. അല്ലാതെ അവളുടെ സൗന്ദര്യമോ ആകാരവടിവോ പണമോ ഒന്നും കണ്ടല്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പിന്നെ തന്നോട് സ്നേഹമാണ്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നോ? ഇല്ലല്ലോ.
ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ പുറകെ നടക്കും, നോക്കും. അതെന്റെ ഇഷ്ടമല്ലേ? താൻ സ്നേഹിക്കോ നോക്കോ ഒന്നും വേണ്ട, താൻ മൈൻഡ് ചെയ്യണ്ട. പക്ഷേ എനിക്കിഷ്ടപ്പെടാലോ. അതിന് ആരുടെ ഔദാര്യവും വേണ്ട. മനസ്സിലായോ? ഇതെന്റെ മാത്രം അവകാശം, എന്റെ പെണ്ണിനെ സ്നേഹിക്കാനുള്ള അവകാശം. അവളത് ശ്രദ്ധിച്ചില്ലെങ്കിലും അതിന് വില കൊടുത്തില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാൻ സ്നേഹിക്കും. അത് ശരി. അത്രയും നേരം എന്നെ ചുറ്റിപ്പറ്റി ഇവിടെ ഇങ്ങനെ നിൽക്കാം. ഉദ്ദേശം കൊള്ളാം. വേണ്ട, സ്ഥലം വിട്ടോ. എന്ത് കാണാൻ നിക്കോ? വാ ഇങ്ങോട്ട്. അങ്കിൾ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാ വന്ദനമ്മ പിണങ്ങുന്നത്. എനിക്ക് അങ്കിളിനോട് സംസാരിക്കാൻ കൊതിയാവുന്നു. വന്ദനമ്മ കണ്ട ദിയമ്മളെ വരക്കു പറയും. മോള് വഴക്കൊന്നും കേൾക്കണ്ട, പൊക്കോട്ടോ. വന്ദനെ, നീ എന്തൊക്കെ പറഞ്ഞാലും നീ എന്തൊക്കെ ചെയ്താലും നീ എന്റെ പെണ്ണ, എന്റെ മാത്രം പെണ്ണ്, ഈ ജഗന്റെ പെണ്ണ്. ഞാനിട്ട ചൂണ്ടയില് ഇര വന്ന് കൊത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇരതാ വന്നു കഴിഞ്ഞു. ഇവൻ പണത്തിന് ആർത്തിയുള്ളവനാ. പണത്തിന് വേണ്ടി എന്തും ചെയ്യും, എന്തും. സെക്രട്ടറി സാറ് കാറിൽ തന്നെ ഇരുന്നാൽ മതി. പേടിക്കണ്ട, പ്രശ്നം ഉണ്ടാക്കാനൊന്നും അല്ല വിളിച്ചത്. പ്രകാശിന്റെ പേരിൽ ക്യാഷ് അയച്ചെന്നത് ഞാനാ. എന്തിന്? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ആവശ്യപ്പെടാതെ തന്നെ ക്യാഷ് അയച്ചു തരുന്നവനാ ഈ സാഗർ. വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാഗർ എന്തിനാ എന്റെ പേരിൽ പണം അയച്ചത്? എന്തായാലും പ്രകാശം പണം സ്വീകരിച്ചല്ലോ. പണത്തെ ചൊല്ലി പ്രതികൂലമായ പ്രതികരണമൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. അതിന്റെ അർത്ഥം പണം എത്ര കിട്ടിയാലും സ്വീകരിച്ചോളാന്നല്ലേ? അത് എന്താ, നമുക്ക് സുഹൃത്തുക്കളായി മുന്നോട്ട് വയ്ക്കൂടെ? എന്തിന്? നിങ്ങൾക്ക് ആവശ്യം പണം, എനിക്കാവശ്യം ചില ചെറിയ സഹായങ്ങൾ. പ്രകാശ് വിചാരിച്ച അത് നിഷ്പ്രയാസം ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോ പ്രകാശിന് താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. രാജീവന്റെ സ്വത്തിനെ ചൊല്ലിയും പിന്നെ ദീമോൾക്ക് വേണ്ടിയും നമ്മൾ തമ്മിൽ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പ്രകാശ് മറക്കണം. അതായത് യാതൊരു ശത്രുത ഇല്ലാതെ വേണം ഇനിയുള്ള നമ്മുടെ ഡീലിങ്സ് ഒക്കെ. ഓക്കെ? വന്ദനയ്ക്ക് എഴുതി വെച്ച രാജീവന്റെ സ്വത്തൊക്കെ അവൾ രാഖിയുടെ പേരിൽ മടക്കി കൊടുത്തു. അതിന്റെ പേരിൽ നിങ്ങൾക്ക് വന്ദനയോട് കടുത്ത വിദ്വേഷമുണ്ട്, ശരിയല്ലേ? ശരിയാണ്. ഒരു പെൺകൊച്ചിന് വേണ്ടി കോടിക്കണക്കിന് സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തിയത് തികഞ്ഞ തോന്നിവാസവും ധിക്കാരവുമായി പോയി. അതിലെനിക്ക് അവളോട് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ സ്വന്തം പെങ്ങളായി പോയില്ലേ, എല്ലാം ഉള്ളിലൊതുക്കാനല്ലേ പറ്റൂ. മതി, ഉള്ളിലൊതുക്കിയാൽ മതി. വന്ദനയ്ക്കെതിരായുള്ള കരുനീക്കങ്ങൾ അണ്ടർഗ്രൗണ്ടിലൂടെ ചെയ്താൽ മതി. പ്രകാശിന് പണം കിട്ടിക്കൊണ്ടേയിരിക്കും. സാഗർ ഇതുവരെ കാര്യം പറഞ്ഞില്ല. എനിക്ക് പണം തരുന്നതിന് പകരമായി ഞാനെന്താ ചെയ്യേണ്ടത്? 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ദിയമോളെ രാഖിക്ക് വിട്ടുകൊടുക്കണം. 2, വന്ദന പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതി അവളെ കൊണ്ട് പിൻവലിപ്പിക്കുകയും വേണം. നിയമപ്രകാരം ദിയമോളിപ്പോ
വന്ദനയുടെ മകളല്ലേ? അതെ. ദിയമോള് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് പ്രകാശിന് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. അവളെ അവിടുന്ന് തുടച്ചു മാറ്റാനും ദിയെ രാഗിക്ക് സ്വന്തമാക്കാനും ഒരു വഴിയുണ്ട്. എന്തു വഴി? നിയമത്തിന്റെ പഴുത് വെച്ചിട്ടുള്ള ഒരു കളിയാ ഞാൻ കളിക്കാൻ പോകുന്നത്. എന്താ, വന്ദനയുടെ കയ്യിൽ നിന്നും ദിയമോളെ ഞങ്ങൾക്ക് കിട്ടുന്നതിൽ പ്രകാശിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പോ? രണ്ട് മാരണം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയാണ് എനിക്ക്. ആ, ഓക്കെ. എനിക്കും ഈ ദിയമോള് മാറണം തന്നെയാണ് പ്രകാശ്. എന്റെ ഭാര്യ രാഗിയെ ദിയ ഒരു ദൗർബല്യമായി പിടികൂടിയിരിക്കുക. അതുകൊണ്ടാ ദിയയ്ക്ക് വേണ്ടി ഞാൻ രംഗത്തിറങ്ങിയത്. ദിയമോളെ രാഗിക്ക് കിട്ടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പ്രകാശ് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. രാജീവന്റെ കൊലപാതകം അന്വേഷിക്കണമെന്നും പറഞ്ഞ് വന്ദന സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതി അത് എന്നെ പോലുള്ള ചില നിരപരാധികൾക്ക് കടുത്ത തലവേദന തന്നെ ഉണ്ടാക്കുന്നുണ്ട്. സഹോദരിക്ക് അളവിൽ കവിഞ്ഞ പ്രൊട്ടക്ഷനും സ്നേഹവും നൽകി തന്ത്രപരമായി പെരുമാറിയാൽ വന്ദനയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പ്രകാശിന് കഴിയും. പ്രകാശിനെ കഴിയൂ. അങ്ങനെ ആ കേസ് വന്ദനെ കൊണ്ട് പിൻവലിപ്പിച്ചിരിക്കണം. വെറുതെ വേണ്ട, പ്രകാശിന് ലക്ഷങ്ങൾ കയ്യിൽ വരും. എന്തു പറയുന്നു? ആ, പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റില്ലെന്നറിയാം. ശരിക്ക് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. പെങ്ങളോടുള്ള ഏട്ടന്റെ കടമയാണിത്. ആ കുട്ടി വന്ദനയുടെ ഭാവി ജീവിതത്തിന് എന്നും ഒരു വിലങ്ങുതടിയാ. അതുപോലെ രാജീവന്റെ ഓർമ്മകൾക്കും. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ആ പ്രകാശ്, അതെ. ₹20,000 കൂടെ അയച്ചിട്ടുണ്ട്. സെക്രട്ടറി സാർ. ഇത് കുറുപ്പ് സാറിന്റെ പാർട്ടി സെക്രട്ടറി. അറിയാം, പത്രത്തിലും ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയാണ് പ്രകാശ് സാറുമായി അടുക്കാൻ പോകുന്നത്. പ്രകാശ് വയ്ക്കോ, എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം. താങ്ക് യു സാർ. ശരി എന്നാ. പണിയേറ്റു. 20,000 രൂപ കൂടി വന്നിരിക്കുന്നു. നമ്മളെ ചികിത്സിച്ച് സുഖപ്പെടുത്താം. പ്രകാശേട്ടന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയും ഒക്കെ എങ്ങനെയും പരിഹരിച്ചെടുക്കാം. പക്ഷെ എങ്ങനെ രക്ഷപ്പെടുത്തും? വന്ദനമ്മേ, ഒന്നെങ്കിൽ എനിക്ക് കഥ പറഞ്ഞ, അല്ലെങ്കിൽ എൻ്റെ കൂടെ കളിക്കാൻ വാ പ്ലീസ്. എനിക്ക് ബോറടിക്കണ്ട വന്ദനമ്മേ. മോളെ, അമ്മയ്ക്ക് തലവേദന എടുക്കുന്നു. ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. തലവേദനയ്ക്കുള്ള മരുന്ന് ഞാൻ പറ്റിത്തരാം. ഒരു ഡോക്ടർമ്മ വന്നിരിക്കുന്നു. മോള് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കും.
ചെസ് കളിക്കാന്നാ വിനുവേട്ടൻ പറയുന്നത്. ദേ കള്ളക്കളി കളിക്കല്ലേ, ഞാൻ പിണങ്ങുവേ. എന്ന് മോള് പോയി കളിച്ചു. ആദ്യം കണ്ടുകുത്തി കളിക്കാം, എന്നിട്ട് ചെസ് വന്ദന, അമ്മയും വർഷയും കൂടെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. വർഷയുടെ പേരില് വിക്രം പുതിയ കമ്പനി തുടങ്ങാൻ പോണത്ര. വർഷയായിരിക്കും ആ കമ്പനിയുടെ ബിസിനസ് കാര്യങ്ങളെ മുഴുവൻ നോക്കുന്നത്. കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങോട്ട് പോയതേ ഉള്ളൂ. കോടിക്കണക്കിന് പണം കൈകാര്യം ചെയ്യാനുള്ള മഹാഭാഗ്യമല്ലേ വരാൻ പോകുന്നത്. എന്താ വന്ദനയ്ക്കൊരു വിഷമം പോലെ? അല്ല, വർഷമോള് ഭാഗ്യവതിയൊക്കെ തന്നെയാ. കോളേജിൽ പോയി കുറേ അധികം ലോകചരിത്രമൊക്കെ അവള് പഠിച്ചിട്ടുമുണ്ട്. ആ അറിവ് മാത്രം വെച്ചുകൊണ്ട് കോടികളുടെ കണക്ക് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി അവൾക്കുണ്ടാവോ? അതാ എന്റെ വിഷമം. ആ വിഷമൊന്നും വേണ്ട വന്ദന. കോടികളിട്ട് അമ്മാനമാടി നല്ല പരിചയമുള്ളവനാ വിക്രം. അയാളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വർഷയ്ക്ക് വലിയ സഹായമായിരിക്കും. പിന്നെ നല്ല ശമ്പളത്തില് കുറെ മാനേജർമാരെയും സ്റ്റാഫുകളെയൊക്കെ വെച്ചാ പോരെ, കാര്യങ്ങളൊക്കെ അവര് ചെയ്യും. പിന്നെ ഒപ്പിടുന്ന ചുമതലയെ വർഷയ്ക്കുണ്ടാവും. അതൊക്കെ കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്താ ഒരു പക്ഷേ? നിനക്ക് വർഷയുടെ കാര്യത്തില് എന്തോ ആശങ്കയുള്ളതുപോലെ. കാൽ കാശിന് പോക്കില്ലാത്ത ഒരുവളെ ഒരാള് പെട്ടെന്ന് ഭാര്യയാക്കി കോടികളുടെ ലോകത്തേക്ക് കൊണ്ടുപോവുക, അതിനകത്ത് എന്തോ ഒരു പന്തികേട്. ഒരു പന്തികേടുമില്ല. കാൽ കാശിന് പോക്കില്ലാത്ത കൂട്ടർക്ക് കൈത്താങ് കൊടുക്കുന്നവനാ വിക്രം. ഈ കുടുംബം മുങ്ങിപ്പോവാതെ വട്ടിപ്പലിശക്കാരിൽ നിന്ന് രക്ഷിച്ചത് വിക്രമല്ലേ? യാതൊരു പോക്കും ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് പണം വാരിക്കൊടുക്കാൻ ഒരു കൗണ്ടർ തന്നെ തുറന്നിട്ടുണ്ട് വിക്രം. അത് പണത്തിന്റെ കാര്യം. ലോക്കപ്പിൽ കിടന്ന അച്ഛനെയും അമ്മയും വന്ദനയും രക്ഷിച്ച കാര്യം മറന്നോ? രായ്ക്ക് രാമാനം അവരെ ഇവിടെ എത്തിച്ച് ആ എസ്ഐയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചവനാ വിക്രം. അതാ വിക്രമിന്റെ സ്വാധീനം. അതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ. സാധാരണക്കാരിയായ വർഷയെ ഭാര്യയായിട്ട് സ്വീകരിച്ചതും ആ ജീവകാരുണ്യത്തിന്റെ ഭാഗം തന്നെയാ. അങ്ങനെയുള്ള വിക്രമിന്റെ കാര്യത്തിൽ പന്തികേടെന്നൊരു വാക്കുച്ചരിക്കുന്നത് പോലും നന്ദികേടാ. ഇവരോടൊന്നും വിക്രമിന്റെ തനിനിറം വെളിപ്പെടുത്തുന്നത് ബുദ്ധിയല്ല, വിശ്വസിക്കില്ല. പിന്നെ ആരോടാ പറയേണ്ടത്? ആരാ എന്നെ വിശ്വസിക്കുന്നത്? ശ്യാം മാത്രമാണ് ഏക രക്ഷാമാർഗം. വന്ദന, എന്താ നീ ഇത്ര തലപോഞ്ഞ് ആലോചിക്കുന്നേ? എന്താ വന്ദനയ്ക്ക് മാത്രം വിക്രമിനെ കുറിച്ചൊരാശങ്ക? എനിക്കൊരാളെ വിളിക്കണം. ആരെയാ വന്ദനെ വിളിച്ചത്? എന്റെ ഒരു ഫ്രണ്ടിനെ എടുത്തേ, കിട്ടിയില്ല. എനിക്കെന്തോ തലവേദന പോലെ. ആണോ? ഞാൻ ടാബ്ലറ്റ് എടുത്തു തരാം, അത് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്ക്. ശ്യാമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ വഴിയും അടയുണ്ടല്ലോ ദേവി.
അങ്കിളെ നമുക്ക് ഒളിച്ചു കളിക്കാം. ഒരുപാട് ഓളം ചെയ്യുമ്പോഴൊക്കെ പറ്റില്ല. അതുകൊണ്ട് വിനുങ്ങള് ദൂരെ ഒന്നും പോവരുതേ. എങ്ങനെയാണ്